ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1801. ഇന്ന് ഡിസംബർ മാസം 5-ാം തീയതി. ഈ ആണ്ടിലെ 340-ാമത്തെ ദിവസത്തിലെത്തി. പ്രഭാതകിരണത്തെ ഇത്രത്തോളം എത്തിച്ച ദൈവത്തിന്റെ വലിയ കരുതലിനും കരുണയ്ക്കും ആ കാവലിനും നന്ദി. അതിങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ലെന്നറിയാം. ഈ കുടുംബത്തിലെ നിങ്ങൾ ഉൾപ്പെടെ ഓരോ അംഗങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഏറെ നന്ദി. ആകയാൽ നിന്നിലുള്ള വെളിച്ചം കെട്ടുപോകാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. എപ്പോഴൊക്കെയോ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകളയുന്നു. ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്തെങ്കിലും നിവർത്തിക്കാനായിട്ട് സന്മനസ്സില്ലാത്ത, എപ്പോഴും അതിൽ നിന്നൊക്കെ ബോധപൂർവം പിന്തിരിഞ്ഞു പോകുന്ന ഞാനുൾപ്പെട്ട സമൂഹത്തോടാവാം ക്രിസ്തുയേശു ഇങ്ങനെ പറഞ്ഞത്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ഈ വചനം നമ്മളെ ഇപ്പോഴും ഭാരപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കിടപ്പുണ്ട്. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ആ വെളിച്ചം കെട്ടുപോയെന്നുള്ളതാണ്. ആ വെളിച്ചം ക്രിസ്തുവായിരുന്നു. ഉള്ളിലുള്ള ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ഓർമ്മപ്പെടുത്തലും കഴിഞ്ഞ പുലരി നമ്മൾ കണ്ടതാണ്. അത് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിൽ നിന്ന്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള ക്രിസ്തു വെളിച്ചം കെട്ടുപോകാതിരിക്കാനായിട്ട് ഞാൻ എന്തുമാത്രം ജാഗ്രത പുലർത്തേണ്ടതാണ്. ജാഗ്രത പുലർത്താനായിട്ട് എനിക്ക് ആവുന്നില്ല എങ്കിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം കെട്ടുപോകാനുണ്ടാകുന്ന മുഴുവൻ ദുരന്തങ്ങളെ ഞാൻ ഓർത്തെടുത്താൽ തന്നെ കുറെ കൂടി ജാഗ്രത, ഗൗരവം സ്വയം അറിയാതെ എന്നിൽ വന്ന് നിറയാനും സാധ്യതയുണ്ട്. എനിക്ക് എന്നെ തന്നെ കാണാനോ എനിക്ക് എന്നിൽ തന്നെ ഒരു വ്യക്തത കണ്ടെത്താനോ കഴിയാതെ ഒട്ടും വെളിച്ചമില്ല. എന്ന് വെച്ചാൽ ഞാൻ ആരാണെന്ന്, ഞാൻ എവിടെയാണെന്ന് മനസ്സിലാകാതെയും അതുകൊണ്ട് തന്നെ ഞാൻ ആരാകേണ്ടതാണ് എന്നത് എന്നിലൊരു വിഷയമേ അല്ലാതാവും. ഞാൻ ഇങ്ങനെ ആയാൽ പോരല്ലോ, ഞാൻ ആകേണ്ടത് ആരാണെന്ന് ഒരു അന്വേഷണത്തിന്റെ ഭാഗം പോലും ആകാതെ പോകും. ഞാൻ എവിടെയാണെന്ന് പിടുത്തം കിട്ടിയില്ല എങ്കിൽ ശരിക്കും ഞാൻ എവിടെ എത്തേണ്ട ആളാണ് എന്നത് ഒരു ഭാരമായും ആകുലതയായി പോലും എന്നിൽ ആരംഭിക്കുന്നില്ല, അവശേഷിക്കുന്നില്ല. ആ വെളിച്ചം, യേശുവാകുന്ന വെളിച്ചം കെട്ടുപോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് കേട്ടോ. ഡിസംബറിന്റെ ഓരോ ദിനങ്ങളും തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക്, അത്തരമൊരു വ്യക്തിപരമായ അനുഭൂതിയിലേക്കുള്ള കുഞ്ഞു കുഞ്ഞ് ചുവടുവെപ്പുകളാണ്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ജാഗ്രത പുലർത്തിയേ മതിയാവൂ. യേശുവാകുന്ന വെളിച്ചത്തിന് ഇന്ന് എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ആമേൻ.